ജെയിംസേ, രാവിലെ ശരിയാക്കണമെന്ന് പറഞ്ഞല്ലേ ജെയിംസ്? നല്ല മഴയായിരുന്നു ടീച്ചറെ. എനിക്ക് കൊറിയൻ ബാൻഡ് കാണാനുള്ളതാണ്. ദേ ഇപ്പൊ വരും മോളെ. കൊറേ സ്ഥലത്ത് നെറ്റ് കംപ്ലൈന്റ് ആയിരുന്നു ടീച്ചറെ. പേടിച്ചു പോയല്ലോ. ഹുസൈനിക്കാടെ വീട്ടില് മിക്സി കംപ്ലൈന്റാ. ഞാൻ ഇന്ന് രാത്രി ഇടയ്ക്കിടയ്ക്ക് പേടിക്കാറുണ്ട്. വേഗാട്ടേട്ടോ, ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ട്, അതാ. ചേട്ടാ വേഗാട്ടെ. പാവച്ചേട്ടാ, ദേ ജവാൻ വന്ന്. ഇങ്ങനെ ടീച്ചറെ പോലൊന്നുമല്ല, ചുമ്മാ ചൊറിഞ്ഞോണ്ട് വരും. വേഗാട്ടെ. രണ്ടാൾക്കും സാധകം പോരാ കേട്ടോ. ഞാൻ സാധകം ചെയ്യാറുണ്ട് പക്ഷേ. പോരാ അതൊന്നും പോരാ. ശരി, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഹാ ജവാനെ, എന്തൊക്കെയുണ്ട്? ടീച്ചറെ, നെറ്റ് ശരിയാകാൻ നോക്കിയേ. നോക്കട്ടെ ജെയിംസേ. വേണ്ട, അവന്റെ ഒരു ഓണടി. ആഹാ, അപ്പൊ ഇനി തിന്നാനും കുടിക്കാനൊന്നും വേണ്ടല്ലോ. ഗിരിയേട്ടാ, ചായ ഫ്ലാസ്കിലുണ്ട്, എടുത്ത് കുടിച്ചേക്കണേ. എനിക്ക് കേരളപ്പിറവിയുടെ ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ട്. ഹലോ ഷംസു, പറ. ഇവിടെ റൗട്ടർ കംപ്ലൈന്റ് ആയിരുന്നു, ഇതാ കേറുക. അവളുടെ ഒരു ശംശു. തള്ളയ്ക്ക് മോക്ക് ഓൺലൈൻ ഭ്രാന്ത. മോളെ പോയി കുളിച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 1956 നവംബർ 1 കേരളം ഒരു സംസ്ഥാനമായി രൂപം കൊണ്ടത്. എന്നാൽ അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാഷ, നമ്മുടെ മലയാള ഭാഷ കൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ആത്മാവുകൊണ്ട് ബന്ധിതരായ അതിന്റെ പേരുകൾ അന്വേഷിച്ചു പോയാൽ പക്ഷേ സോറി ഗിരിയേട്ടാ. അമ്മ എണ്ണ തരുവോ? എണ്ണ വെക്കുന്നതേ രാവിലെയാ, നീ ഇപ്പൊ മേല് കഴുകിയാ മതി. അമ്മ വാ. വാശി പിടിക്കില്ലേ തീയ, പോയി കുളിച്ചേ. ഞാൻ ഈ മീറ്റിംഗ് ഒന്ന് തീർക്കട്ടെ. അച്ഛൻ എങ്ങോട്ട് പോവാ? ഗിരിയേട്ടാ, ഈ കവല വരെയല്ലേ പോണുള്ളൂ, അതിന് ഈ അലക്കി തേച്ച ഡ്രസ്സ് വേണോ? നീ അവിടെ കമ്പ്യൂട്ടറും കുത്തി കളിച്ചിരുന്നാ മതി. എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയതാ ഞാൻ ഇടുന്നത്. അതിന് നിന്റെ ശുപാർശ ഒന്നും വേണ്ട. അമ്മയെ പോലെ നെറ്റ് ഇട്ട് കഴിഞ്ഞാലേ വിശപ്പ് മാറൂല. പോയി വല്ലതും കഴിക്ക് കേട്ടാ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, മുല്ലപ്പൂ ഈ വീട്ടിൽ കയറ്റണമെന്ന്. ഇനി പറച്ചിലുണ്ടാവില്ല. അവളുടെ ഒടുക്കത്തില്ല മുല്ലപ്പൂ. അമ്മേ, ഈ അച്ഛൻ എന്താ മുല്ലപ്പൂവിനോട് ഇത്ര ദേഷ്യം? പെണ്ണിന്റെ തലയിലെ മുല്ലപ്പൂ
ജവാന് മുല്ലപ്പൂ അലർജിയാ. എന്താ കേട്ടാ? എടാ ജൂനിയറെ, നമ്മുടെ ഒരു ദോസ്തിന്റെ വാട്സപ്പ് മെസ്സേജ് കിട്ടാൻ എന്തെങ്കിലും ഒരു കുറുക്കുവഴിയുണ്ടോ? അതൊക്കെ സീനാണ് ഗിരിയേട്ടാ. പ്ലീസ് ഒന്ന് ശരിയായതാ. സുക്കരണ്ണന്റെ ഫ്രണ്ടാ ഗിരിയേട്ടൻ, ആയോണ്ട് വേണമെങ്കിൽ സംസാരിക്കാം. ഇവന് ഫുൾ ടൈം ഓൺലൈനിൽ കാണാം. ഓക്കെ, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുമായിട്ട് എന്നാ ഇടപാടെന്നൊന്നും അറിയണം. ഗിരിയേട്ടൻ ഒരു കാര്യം ചെയ്യും, ആ വേണ്ട ആളുടെ നമ്പർ ഒന്ന് ഫോണിൽ സേവ് ചെയ്യും, ബാക്കി ഞാൻ സെറ്റ് ചെയ്യാം. പിന്നെ ചെലവുണ്ട്. ശരിയാക്കാം. അപ്പോൾ ഡൺ, വൈകുന്നേരം കാണാം. ഓക്കെ, വൈകുന്നേരം സെറ്റ് ആക്കാം. അപ്പോൾ ഓട്ടോ എടുത്ത് വെച്ചോ. രാവിലെ എഴുന്നേറ്റ് കെട്ടിയോന് ഇച്ചിരി ചായ ഉണ്ടാക്കി തരണമെന്ന് ഒരു വിചാരമില്ല. ടീച്ചറാണ് ഇത്ര ടീച്ചർ. ആ പറഞ്ഞിട്ട് കാര്യമില്ല, പാതിര വരെ ഫോണിൽ കുത്തിയിരുന്ന് ശീലിച്ചു പോയില്ലേ. ഈയൊരു ജയശ്രീ, ജയശ്രീ ഗിരിയേട്ടാ, ഈ കുഴമ്പതേക്കൽ എന്നും വേണോ? വേണം വേണം. ക്യാമ്പിൽ പട്ടാളക്കാർക്കേ ഞരമ്പില് ബലമുണ്ടാവാൻ കുറുന്തോട്ടി കുഴമ്പ് നിർബന്ധ. അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ കുറുന്തോട്ടി വെച്ച് പിടിപ്പിച്ചിരിക്കല്ലേ പട്ടാളക്കാർ കുഴമ്പുണ്ടാക്കും. അല്ല, ഈ വീട്ടിൽ എന്തോ ഒരു സ്ഥലമുണ്ട്, അടുക്കളയിൽ തന്നെ വേണോ ഈ കുഴമ്പതേക്കല്? ഇതേ എന്റെ വീട്, എന്റെ അടുക്കള, എന്റെ ബോഡി, എന്റെ കുഴമ്പ്. ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും. അല്ല പിന്നെ അവിടെ തന്നെ വയ്ക്കും. ഒരു ദിവസം ഞാൻ കുഴമ്പൊഴിച്ച് കറി വെച്ചിരുന്നു. ജവാന്റെ ആലോചന വന്നപ്പോ അമ്മ എന്താ പറഞ്ഞേ? അച്ഛന്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടത് മരുമകനാണ് അല്ലേ? ഒരു ജവാനെ മാത്രമേ ജീവിത പങ്കാളിയാക്കൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത ഒരു ധീര ജവാന്റെ മകളായ ജയശ്രീയെ രാജ്യത്തിന് വേണ്ടി ഞാൻ ആദരിക്കുന്നു. എന്നിട്ടോ അങ്ങേരുടെ അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പന്മാർക്കും സ്ഥാനവും മറുത്ത്. നിങ്ങൾക്കോ ഈ അടുക്കളയിൽ തൃപ്തിയായല്ലോ. അമ്മയ്ക്ക് ഇത് തന്നെ വേണം, കൊണക്കായിപ്പോ. ഇതെന്തിനാ? അരിയിട പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് ചോറുണ്ടാക്കാനേ ആർക്കും പറ്റും. കിണറ്റിൽ നിന്ന് ബക്കറ്റ് ഇട്ട് തുടിച്ച് വെള്ളം കോരിയെടുക്കണം. ആ വെള്ളത്തിലെ ഓക്സിജൻ ഉണ്ടാകും. ഒരു എളുപ്പപ്പണി കണ്ടുപിടിച്ചേക്കണം. എന്നാലേ ഗിരിയേട്ടിന് ഇത്തിരി വെള്ളം കൊടുത്ത. നീ ഇത് ആരോടാടി പറയണേ? അതിർത്തി കാത്തവനോട് അടുക്കളക്കാരും പറയുന്നു. ജവാനായിരുന്നു. എങ്ങനെയുണ്ട് പുതിയ ജോലി? കുഴപ്പമില്ല. ആ, ടീച്ചർ പറഞ്ഞായിരുന്നു കാര്യങ്ങളൊക്കെ. ഈ ജോലിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് പറഞ്ഞോണ്ട് റെഡിയാക്കാം. ഇവക്ക് ഈ SI ആയിട്ട് എന്നാ കണക്ഷൻ? എന്റെ പൊന്നു ടീച്ചറെ, ഈ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ കിടന്ന് ഉറങ്ങിയുണ്ടല്ലോ, അതെനിക്കുള്ളൊരു വാർണിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നേ. ആണോ? അല്ല, ഞാൻ ഈ വിളമ്പുന്നതേ
ഒരു മധുരമിടാ ചായ ആണോ എന്ന് എനിക്കൊരു സംശയം. ആണോ? ടീച്ചറെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ പഠിപ്പിക്കാൻ എളുപ്പമാണ്, പഠിക്കാനാണ് പാട്. അതാണല്ലോ കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് ഇനി മേല നിങ്ങൾ ആരും സ്റ്റുഡൻസിന് കുറ്റം പറയാൻ പാടില്ല. കേട്ടല്ലോ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് തൽക്കാലം ഈ ബുള്ളിങ്ങും ഹാക്കിങ്ങും സ്റ്റോക്കിങ്ങും ഒന്ന് മാറ്റിവെച്ച് ഒന്ന് റിഫ്രഷ് ആയാലോ? ടീച്ചറെ, ഇവിടെ ആരും ഒരു നല്ല പെർഫോമർ? അത് എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാണ്. ടീച്ചർ നന്നായിട്ട് പാടും. ഒന്ന് പാടുന്നേ. ടീച്ചർ ഒന്ന് പാടും പ്ലീസ്. പ്ലീസ്